റിയൽമി പാഡ് 2 ലൈറ്റ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി പാഡ് 2 ലൈറ്റ് എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. LCD പാനലായിരിക്കും ഇതിൽ വരിക. പിന്നെ ഡിസ്പ്ലേ സൈസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇതിൽ ഒരു 11 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 12 ഇഞ്ചിൻ്റെ ഒക്കെ ഡിസ്പ്ലേ വന്നേക്കാം. അപ്പം റിയൽമി പാഡ് 2 11.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ സെയിം ഡിസ്പ്ലേ സൈസും ഇതിൽ ചിലപ്പം വന്നേക്കാം. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം റിയൽമി പാഡ് 2 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ താഴെ വരുന്ന ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 450 നിറ്റ്സ് വരുന്നതായിരിക്കും. അപ്പം തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഈ ഒരു ടാബിൻ്റെ ഒരു ബ്ലാക്ക് കളർ വേരിയൻറ്റും അതുപോലെ തന്നെ ഒരു പർപ്പിൾ കളർ വേരിയൻറ്റും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Helio G99 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇതേ സെയിം പ്രോസസ്സർ തന്നെയാണ് റിയൽമി പാഡ് 2 വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും ചിലപ്പം 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വന്നേക്കാം. 8GB റാം വരെയും 128GB ഇന്റേണൽ വരെയൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ടാബിൽ വന്നേക്കാം. Android 14 ബേസിലുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. 8 MP ഒരു ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 5 MP ഒരു സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം റിയൽമി പാഡ് 2 8 MP സെൽഫി ക്യാമറ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് അത് ചെറിയൊരു ഡൗൺ ഗ്രേഡ് ആയിരിക്കും. പിന്നെ ടാബാണ്, ക്യാമറ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറൊന്നുമല്ല. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 8300 mAh ബാറ്ററി ഈ ടാബിൽ വന്നേക്കാം. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും 15 വാട്ടിൻ്റെ അല്ലെങ്കിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. പാഡ് 2 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഇതൊരു ഡൗൺ ഗ്രേഡ് ആയിരിക്കും. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 13 ഈ ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി പാഡ് 2 എന്നുള്ള ടാബ്ലറ്റ് ഇപ്പം 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ടാബിൻ്റെ വില അതിലും താഴെ ആയിരിക്കാനാണ് സാധ്യത. കാരണം അതിലും താഴെ വരുന്ന ഫീച്ചേഴ്സ് ആയിരിക്കും ഇതിൽ വരിക. അപ്പം ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് ഒരു 11,000-12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു 11,000-12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തിരക്കുള്ള നല്ല ഫീച്ചേഴ്സ് ആണ് എന്നൊക്കെ തന്നെ പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. എന്തായാലും റിയൽമി പാഡ് 2 ലൈറ്റ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.